ഹലോ എവ്രി വൺ. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കാലത്ത് എൻ്റെ കഴിഞ്ഞാൽ എൻ്റെ ചെടികളൊക്കെ പോയി നോക്കിയില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. ചെടികൾ എന്തോരം വലുതായി നോക്കുക, അതിന് വെള്ളം ഒഴിക്കണം, മണ്ണിട്ട് കൊടുക്കുക, ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ മേജർ പരിപാടി. പിന്നെ നമ്മൾ നട്ടു വെച്ചിരുന്ന മുളകും തൈയും തക്കാളി തൈയൊക്കെ ഇല്ലേ, അതൊക്കെ വലുതായിട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കുറേ ചീരകൾ മുളച്ചു വന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ നട്ടു കൊടുക്കുന്നതല്ല, തന്നെ ഉണ്ടാവുന്നതാണ് കേട്ടോ. മോർണിംഗ് കുറച്ച് നേരം ഞാനിവിടെ ടൈം സ്പെൻഡ് ചെയ്യും കേട്ടോ. ഞാൻ ഭയങ്കര റിലാക്സ് ആൻഡ് കാം ആവുന്നൊരു ടൈമാണിത്. പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തോട്ട് നോക്കി നിൽക്കാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ബാംഗ്ലൂർ ഇപ്പോൾ ഫുള്ള് പൂക്കളോട് നിറഞ്ഞേക്കാണ്. ചില മരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്മേൽ ഇലകളേ ഉണ്ടാവില്ല, ഫുള്ള് ഈ പിങ്ക് പൂക്കളാണ്. പിങ്കും പർപ്പിൾ പൂക്കളെല്ലാം റോട്ടിലിങ്ങനെ വീണ് കിടക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയോ. പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കാട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ മേജർ കണ്ടന്റിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ വരാൻ പോകുന്ന വീക്സ് എല്ലാം ഭയങ്കര സ്പെഷ്യൽ ഡേയ്സ് ആണ്. ഗുഡ് ഫ്രൈഡേ ഈസ്റ്റർ ഒക്കെ വരാൻ വേണ്ടി പോവല്ലേ, അതിന് മുമ്പത്തെ സൺഡേ ആണ് കേട്ടോ, പാം സൺഡേ. അതായത് നമ്മുടെ ഓശാന ഞായർ. ഈ വരുന്ന സൺഡേ April 13 കേട്ടോ ഓശാന ഞായർ. ഇതിന് തലോസ്ത്തെ ശനിയാഴ്ചന് കോഴിക്കോട്ടെ ശനി എന്നാണ് കേട്ടോ പറയുന്നത്. അന്ന് നമ്മൾ കോഴിക്കോട്ടെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. എന്ത് ബേസിസിലാണ് ഈ കോഴിക്കോട്ടെ ഉണ്ടാക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ചില സ്റ്റോറീസ് പറയുന്നത് യേശുവിനെ എറിഞ്ഞ കല്ലില്ലേ, അതായിട്ടാണ് കോഴിക്കോട്ടെ റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും അതിലേക്കൊന്നും നമ്മൾ കൂടുതലായിട്ട് കിടക്കണ്ട കേട്ടോ. നമുക്ക് എന്തായാലും കോഴിക്കോട്ടെ ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് കരിപ്പട്ടി ശർക്കരയാണ്. ഇതാവുമ്പോൾ നല്ല കളർ കിട്ടുകയും ചെയ്യും, കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും. ഈ ശർക്കര സാധാരണ ശർക്കര വെച്ച് നോക്കുന്ന സമയത്ത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഈ ശർക്കര കട്ട് ചെയ്ത് മെൽറ്റ് ചെയ്ത് എടുക്കലാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി. ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കണേ. വെട്ടിയെടുക്കാനായിട്ട് കുറച്ച് പാട് കിട്ടും. എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ശർക്കര മെൽറ്റാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. മെൽറ്റായി തുടങ്ങുമ്പോഴേക്കും ഇതിന്റെ ഷെയ്ഡൊക്കെ നല്ല ഡാർക്ക് കളറായിട്ട് മാറുന്നുണ്ട്. കോഴിക്കുട്ടിക്ക് ശരിക്കും ഈ കളർ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഇതിലേക്ക് ഏലക്കായും ചുക്കും ആഡ് ചെയ്യുന്നുണ്ട്. ചുക്കിന്റെയും ഏലക്കായുടെ ടേസ്റ്റ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. സാൻഡിമോൾ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തേക്ക് ഈ കുക്കിംഗ് പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുപ്പത്തിലെ മുതലേ ഞാൻ കുക്ക് ചെയ്യുന്നത് കിച്ചണിലിരുന്ന് കണ്ട് പുള്ളിക്കാരത്തേക്ക് ഈ കുക്കിങ്ങിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. നമ്മുടെ ഐറ്റംസ് എല്ലാം നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ചുക്കും ഏലക്കായ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചിരകി വെച്ചിരുന്ന തേങ്ങ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ശർക്കര ഇച്ചിരി കൂടി പോയെന്ന് തോന്നുന്നു, അതുകൊണ്ട് കുറച്ചുകൂടി തേങ്ങ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മിക്സ് കറക്റ്റ് ആയിട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ നല്ല തിളച്ച വെള്ളം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ തിളച്ച വെള്ളം നമ്മൾ പൊടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ്. കോഴിക്കോട്ട് പിടിക്കാൻ പാകത്തിനുള്ള വെള്ളം കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. വെള്ളം കുറഞ്ഞു പോയാലും കൂടി പോയാലും പ്രശ്നമാണ് കേട്ടോ. കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട്ട് പിടിക്കാൻ വേണ്ടി കിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വെള്ളത്തിന്റെ ചുവ വരും. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഔട്ടർ ലെയറൊക്കെ പൊട്ടി ഇരിക്കണ മാതിരി തോന്നും കേട്ടോ. പിന്നെ ഇത് എങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്ത് പിന്നെ അങ്ങോട്ട് ഓക്കെ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് എടുത്ത് ഒരു കിണർ പോലെ ഇതുപോലെ ഇങ്ങനെ കുഴിച്ചു കൊടുക്കുക. എന്നിട്ട് സൈഡൊക്കെ ഇതുപോലെ പ്രസ് ചെയ്ത് റെഡിയാക്കി കൊടുക്കാം കേട്ടോ.
എന്നിട്ട് നമ്മുടെ ശർക്കരയുടെയും തേങ്ങയുടെയും മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അടിപൊളിയായിട്ട് അതിനൊന്ന് സീൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിനൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചെയ്യുന്ന ഔട്ടർ ക്രസ്റ്റിലെ ഈ വൈറ്റ് കളർ അത് കുറച്ച് ഓവർ തിക്കായി കഴിഞ്ഞാൽ നമുക്ക് അരിപ്പൊടിയുടെ ടേസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ശർക്കരയുടെ ടേസ്റ്റ് കിട്ടുമ്പോഴേക്കും കുറേ നേരം പിടിക്കും. അപ്പോൾ നമുക്ക് അരിപ്പൊടി വേവിച്ച് കഴിക്കുന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഈ ക്രസ്റ്റ് ഭയങ്കരമായിട്ട് തിന്നാക്കി കഴിഞ്ഞാൽ വേവിച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഈ ഉള്ളിലിരിക്കുന്ന ശർക്കര മെൽറ്റായതിൻ്റെ വെള്ളമൊക്കെ പുറത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയിൽ മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു മിനിമം തിക്നെസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അങ്ങോട്ട് സെറ്റാവും. അരിപ്പൊടി വേവിച്ചതിൻ്റെ കൂടെ ആ ശർക്കര കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ നമ്മുടെ എല്ലാ കോഴിക്കോട്ടയും ഉണ്ടാക്കി റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട്ടുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കോഴിക്കോട്ട് അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ആ പുറത്തത്തെ ലെയറും അകത്തത്തെ സ്വീറ്റും കൂടി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ.